യസിനി, കോഴിക്കോടേക്കാണ് പോകേണ്ടത്. കോഴിക്കോട് ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച മഴയാണ് ഇപ്പോഴും നിർത്താതെ പെയ്യുകയാണ്. കോഴിക്കോട് ഈങ്ങാപ്പുഴ ടൗണിലും സമീപത്തെ വീടുകളിലും വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുകയാണ്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. നന്ദു, ഇപ്പോഴും അതിശക്തമായ മഴയാണോ കോഴിക്കോട് മലയോര മേഖലകളിൽ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഈങ്ങാപ്പുഴയിൽ എന്താണ് സ്ഥിതി? ഇപ്പോൾ ആളുകളെ എത്രത്തോളം അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്? മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈങ്ങാപ്പുഴ ഭാഗത്തായി വീടുകളൊക്കെയുള്ള ഒരു സ്ഥലത്താണ്. ഒന്ന് ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ കാണാം എത്രത്തോളം ആഴത്തിൽ ആളുകൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അത്രയും വെള്ളം ഇവിടെ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 20-ലധികം വീടുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. വീടുകളൊക്കെ പൂർണ്ണമായും വെള്ളം കയറിയ അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടേക്ക് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോയി മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ചിലരൊക്കെ ഇപ്പോഴും വീടിന്റെ ടെറസുകളിലൊക്കെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ ഒരു സ്ഥിരം സംഭവമാണ് എന്ന് പറയുന്നു. പക്ഷേ ഇത്തവണ കുറച്ചധികം വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൊട്ടു പിറകിലായി പുഴയുണ്ട്. അപ്പോൾ ആ പുഴയിൽ നിന്നുമാണ് വെള്ളം ഇങ്ങോട്ട് എത്തുന്നത്. അതുകൊണ്ട് മഴ കുറഞ്ഞാൽ പോലും മലയോര മേഖലകളിലും വനത്തിലുമൊക്കെ മഴ കുറയാതെ ഈ വെള്ളം ഇവിടെ നിന്നും പൂർണ്ണമായും ഇറങ്ങിപ്പോകില്ല. പുഴയിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഏതായാലും നാട്ടുകാരൊക്കെ പൂർണ്ണ തോതിൽ രക്ഷാപ്രവർത്തനത്തിന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവർ ആളുകളെയൊക്കെ മാറ്റുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഒപ്പം തന്നെ അഗ്നിരക്ഷാസേനയുടെ യൂണിറ്റും ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ ഇവിടെ പഞ്ചായത്ത് മെമ്പർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വലിയ ഒരു ഭീതി വരുത്തുന്ന കാഴ്ചയാണ്. ഇത്രയും അധികം വെള്ളം കയറിയത്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനമൊക്കെ പോകുന്നത്? രാവിലെ തന്നെ ഇവിടെ വെള്ളം കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആളുകളെ രോഗികളായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. എല്ലാ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും എല്ലാവരും അതിനകത്ത് നന്നായി പരിശ്രമിച്ചു. ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് വന്നിരുന്നു. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ വൃദ്ധരായിട്ടുള്ള ആളുകളെയും രോഗികളായിട്ടുള്ള ആളുകളെയെല്ലാം അവിടെ നിന്ന് മാറ്റി. ഇപ്പോൾ കുറച്ചുപേര് ആളുകൾ വീടിൻ്റെ ടെറസിലേക്ക് കയറി നിന്നിട്ടുണ്ട്. അവർ ഇനിയൊരു അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ അവരെയും ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. നാട്ടുകാരും അതേപോലെ തന്നെ ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളൊക്കെ വളരെ സജീവമായി ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം കയറുന്നതാണോ, അല്ലെ ഇത് ഇത്തവണ ഇത്ര കൂടുതലുണ്ടോ? എല്ലാ തവണയും വെള്ളം കയറാറുണ്ട്. പക്ഷേ 2018, 2024 അതുപോലെ തന്നെ ഇത്തവണയും ഇത്തിരി കൂടുതൽ വെള്ളം കയറി കൂടുതൽ സമയം നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സമയം നിൽക്കുക എന്ന് പറഞ്ഞാൽ പുഴയിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് മാത്രമേ ഇവിടെ നിന്നും വെള്ളം ഒഴിഞ്ഞു പോവുകയുള്ളൂ. വനത്തിൽ മഴയുണ്ടെങ്കിൽ പുഴയിൽ വെള്ളം എന്തായാലും കൂടുതലുണ്ടാകും. അപ്പോൾ ഈ സമയം വരെ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് വെള്ളം വലിയുന്നതായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം പുഴയിൽ വെള്ളം വലിയുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും വെള്ളവും കുറയുന്നു. എത്ര വീടുകളെ ബാധിച്ചിട്ടുണ്ട്? നിലവിലൊരു 19 വീടുകളെ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്ന് ആളുകളെല്ലാം മാറിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരുണ്ട്. അവരെ നമ്മൾ ഇനിയും ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ അവരെ ഇവിടെ നിന്ന് മാറ്റുന്നതാണ്. ടെറസിൽ തുടരുന്നത് അത്ര സുരക്ഷിതമല്ല അല്ലേ? ടെറസിൽ തുടരുന്നത് സുരക്ഷിതമല്ല. പക്ഷേ അവരെല്ലാം വെള്ളത്തിൽ കൂടെ ഇങ്ങോട്ട് കടന്നു വരാൻ ആരോഗ്യമുള്ള ആളുകളാണ്. അത്തരത്തിൽ രോഗികളായിട്ടോ വൃദ്ധരായിട്ടുള്ള ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ പുഴയൊക്കെ അടുത്തറിയാവുന്ന ആളുകളാണ്. അതായത് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നിറയെ വീടുകളുണ്ട്. അത് നോക്കൂ, ആളുകൾ അവരുടെയൊക്കെ അരയ്ക്ക് മുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വെള്ളം ഈ ഭാഗത്ത് കയറിയിട്ടുണ്ട്. അത് വീടുകളിലേക്കും ഇങ്ങനെ തന്നെ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലരും ഇപ്പോഴും ടെറസുകളിലൊക്കെ തുടരുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റ് രോഗികളൊന്നും തന്നെ വീടുകളിൽ ഇല്ലാത്തതാണ് ആശ്വാസകരമായ കാര്യം. ഈങ്ങാപ്പുഴ ടൗണിലും സമാനമായ അവസ്ഥയായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടെ വാഹനങ്ങളൊന്നും കടന്നു പോകാത്ത വിധം വെള്ളം കയറിയിട്ടുണ്ട്. പുഴയിൽ നിന്നുമാണ് ഈ ഭൂരിഭാഗം വെള്ളവും ഇങ്ങനെയും ഇങ്ങോട്ട് എത്തുന്നത്. അത് കുറയണമെങ്കിൽ ഈ മഴ നിന്നിട്ട് കാര്യമില്ല. മലയോര മേഖലകളിലും വനത്തിലുമുള്ള മഴ പൂർണ്ണമായും നിന്നാൽ മാത്രമേ പുഴയിലെ വെള്ളം കുറയുകയുള്ളൂ. അപ്പോഴാണ് ഈ വെള്ളം ഇറങ്ങിപ്പോവുക. അപ്പോൾ മാത്രമാണ് ആളുകൾക്ക് ആശ്വാസമാവുകയുമുള്ളൂ. ഇത് സ്ഥിരമായി ഇവിടെ വെള്ളം കയറുന്നുണ്ട്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടെ അധികം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും ആളുകളൊക്കെ സുരക്ഷിതരാണ് എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ വെള്ളം പൂർണ്ണമായും ഇറങ്ങിപ്പോയാലേ ഇവർക്ക് സമാധാനമായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരെ മറ്റ് സ്ഥലങ്ങളിലും ക്യാമ്പുകളിലേക്കുമൊക്കെ മാറേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്.